ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ എല്ലാവരും കാത്തിരുന്ന SSCയുടെ 2026-27 വർഷത്തെ എക്സാം കലണ്ടർ ഒഫീഷ്യലി SSC അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ കലണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വളരെ പോസിറ്റീവായിട്ടാണ് SSCയുടെ എല്ലാ പ്രൊസീജിയേഴ്സും പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്രയും നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക. മാത്രമല്ല ഓരോരോ എക്സാമുകൾ എയിം ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അവരുടെ എക്സാം ഏതൊക്കെ ഡേറ്റിനാണ് വരുന്നത് നോക്കി ആ ഒരു ടൈം പീരീഡിനനുസരിച്ച് നിങ്ങളെ സ്ട്രാറ്റജിയും കാര്യങ്ങളും പ്രിപ്പറേഷനൊക്കെ അതിനനുസരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് SSC ഒഫീഷ്യലി അവർ നേരത്തെ തന്നെ എക്സാം കലണ്ടർ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ എക്സാമുകൾ ഏതൊക്കെ മാസത്തിലാണ് വിളിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ആയിട്ടുള്ള കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ CGL എക്സാം ആണ്. നമുക്ക് അത് ഫസ്റ്റ് നമുക്ക് എല്ലാവരും അധികം ഫോക്കസ് ചെയ്യുന്ന എക്സാമാണ് CGL എക്സാം. CGL എക്സാം നമുക്ക് ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, അതായത് നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുന്ന ഡേറ്റ് ആണ് മാർച്ച് 2026. അതായത് വളരെ നേരത്തെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കുറച്ചും കൂടെ ഡിലേ ആകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ജനുവരി ഓൾമോസ്റ്റ് 10 ഏകദേശം 8 ആയി ഇന്ന്. അപ്പോൾ നമുക്ക് മാർച്ചിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുമെന്നാണ് ഒഫീഷ്യലി SSC പറയുന്നത്. അത് ക്ലോസിംഗ് ഡേറ്റ് കറക്റ്റ് ഒരു മാസം കഴിയുന്ന 1 മന്ത് നമുക്കതിന് സമയം ഉണ്ടാവും. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസിംഗ് ഡേറ്റ് ആണ്, ഏപ്രിലിൽ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അതുപോലെ തന്നെ എക്സാം നടത്തുന്ന ഡേറ്റ് പറയുന്നത് മെയ് ജൂൺ മാസത്തിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ 4-5 മാസത്തിനടുത്തേ സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. മെയ് ജൂൺ മാസത്തിലാണ് നമ്മൾ SSCയുടെ Tier 1 എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2025 Tier 1 ക്ലിയർ ആവാൻ ചെറിയ മാർക്ക് മിസ്സായ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ജസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ടാവും. അവർക്ക് Tier 1 ക്ലിയർ ആകുന്ന ആൾക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഉടനെ തന്നെ അടുത്ത 2026 CGL എക്സാം വരുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവും. അതിനനുസരിച്ച് ബാക്കിയുള്ള ടോപ്പിക് കൂടെ കംപ്ലീറ്റ് ചെയ്ത് മൂക്കിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം. സെലക്ഷൻ പോസ്റ്റ് എക്സാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് മാർച്ചിലാണ്. അതും 2026 മാർച്ചിൽ തന്നെയാണ്. ഏപ്രിൽ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. അതുപോലെ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യും മെയ് ജൂൺ ജൂലൈ ഈ ഒരു 3 മാസത്തിൻ്റെ ടൈം പീരീഡിലായിരിക്കും ഈ ഒരു സെലക്ഷൻ പോസ്റ്റിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു എക്സാമാണ് +2 ക്വാളിഫിക്കേഷൻ ഉള്ള, അതായത് +2കാർക്ക് എഴുതാൻ പറ്റുന്ന CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ മാർച്ചിലാണ് CGL എക്സാം പറഞ്ഞതെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത മാസം മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാവുകയും മെയ് മാസം വരെ അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടാവും. അതായത് ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞു ഈ CGL മെയ് ജൂൺ മാസത്തിലാണ് നടത്തുന്നത്. അത് കഴിഞ്ഞ് നേരെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഒരു 3 മാസം ടൈം പീരീഡിലായിരിക്കും നമുക്ക് CHSL എക്സാം വരുന്നത്. CGL കഴിഞ്ഞ് നെക്സ്റ്റ് മാസം തന്നെ CHSL അവൈലബിൾ ആവും. CGLനും CHSL ആണെങ്കിൽ നമുക്ക് ഒരു പ്രിപ്പറേഷൻ തന്നെ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു ഡേറ്റ് വരുന്നത് ജൂലൈ സെപ്റ്റംബറിലാണ്. അതുപോലെ സ്റ്റെനോഗ്രാഫർ എക്സാമും ഏപ്രിൽ 2026 നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് നമുക്ക് ആ എക്സാം വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു എക്സാമാണ് ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന വളരെ SSCയിലെ ഈ ഒരു എക്സാം CGL CHSL അതുപോലെ MTS എക്സാം. MTS CGLനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS എക്സാം. അപ്പോൾ MTS എക്സാം ജൂൺ 2026 അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാവുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്ന സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ ഒരു 3 മാസത്തെ ടൈം പീരീഡിലായിരിക്കും നമുക്ക് MTS എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള യൂണിഫോം പോസ്റ്റുകളായിട്ട് വരുന്ന സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസ് CPO എക്സാം നമ്മൾ അവർ അനൗൺസ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഔട്ടാവുന്നത് മെയ് 2026 അതിൻ്റെ എക്സാം വരുന്നത് ഒക്ടോബർ ആൻഡ് നവംബർ മാസങ്ങളിലായിരിക്കും ആ എക്സാം വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് SSC എക്സാമിന് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു എക്സാമാണ് GD എക്സാം, GD കോൺസ്റ്റബിൾ എക്സാം. യൂണിഫോം പോസ്റ്റൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാമാണ് കോൺസ്റ്റബിൾ GD. ആ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ 2026 അതുപോലെ തന്നെ അതിൻ്റെ എക്സാം നടത്തുന്ന ഡേറ്റ് ജനുവരി ടു മാർച്ച് ഈ ഒരു 2027 ആണ് ഈ എക്സാം നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് സമയമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പഠനം തുടങ്ങുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കലണ്ടറെല്ലാം ഇടുന്നത്. മറ്റ് എക്സാം പോലെ നമുക്ക് എപ്പോഴാണ് എക്സാം നടക്കുക എന്നുള്ളതൊരു കൺഫ്യൂഷൻ ആയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം SSCക്ക് വരാറില്ല. കൃത്യമായിട്ട് കലണ്ടർ ഇടുന്നു, അതിനനുസരിച്ച് കൃത്യമായിട്ട് എക്സാം നടത്തുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. മാത്രമല്ല ഇനി വളരെ കുറച്ച് സമയം കൊണ്ട് എല്ലാ എക്സാമും ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പ്രിപ്പറേഷൻ തന്നെ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. അതിനുള്ള എല്ലാ ഹെൽപ്പിനും SSC മലയാളി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് SSC മലയാളിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ടെലഗ്രാം പേജ് വഴി ഇതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം കിട്ടും. മാത്രമല്ല ഈ വർഷം ഡിഗ്രി തേർഡ് ഇയേഴ്സ് ആയി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് SSC എക്സാമിലോട്ട് വരാനുള്ള താല്പര്യം ഉണ്ടാവും. ആ ആളുകൾക്കും നമുക്ക് ഈ വർഷത്തെ CGL എക്സാം എഴുതാൻ പറ്റും. നോർമലി കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 1-ാം തീയതി, ഓഗസ്റ്റ് 1-ന് മുന്നേ അവരുടെ ഏറ്റവും തേർഡ് സെമസ്റ്റർ, അതായത് തേർഡ് ഇയറിൻ്റെ, അതായത് 6th സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ, അവരെ കംപ്ലീറ്റ് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ 2026 CGL എക്സാം എഴുതാൻ അവർ എലിജിബിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂടെയുള്ള ഫ്രണ്ട്സ് അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അവരാരെങ്കിലും ഡിഗ്രിക്ക് പഠിക്കുന്ന തേർഡ് ഇയേഴ്സ് പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ വർഷത്തെ എക്സാം അപ്ലൈ ചെയ്യാനും അതുപോലെ എഴുതാനും സാധിക്കുമെന്ന് നിങ്ങൾക്ക് അധികം കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക. കാരണം SSC എക്സാമിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് അവർ മേ ബി അവർ പ്രിപ്പയർ ചെയ്തുള്ള സമയം ഉണ്ടാവില്ലെങ്കിൽ പോലും അവർക്ക് നല്ലൊരു അറ്റംപ്റ്റ് ഇതിൽ കൊടുത്തു നോക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം കൂടെ അവരെ അറിയിക്കുക. അതുപോലെ തന്നെ SSC മലയാളിയുടെ ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓഫ്ലൈൻ കാലിക്കറ്റ് ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പം നിങ്ങൾക്കറിയാം TCS പാറ്റേൺ മാറി എഡ്യൂക്കേറ്റീവ് പ്ലാറ്റ്ഫോമിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം അവരാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റീവ് പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളെ എക്സ്പേർട്ട് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം SSC മലയാളം ഫാക്കൽറ്റീസ് എല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ഒരു ടീം നമുക്കുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ട്, അതായത് ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ കവർ ചെയ്യുന്ന നമ്മുടെ റെഗുലർ SSC CGL CP 2026 റെഗുലർ ഓഫ്ലൈൻ ബാച്ചാണ് നമ്മൾ ജനുവരി 19-ാം തീയതി നമ്മൾ കാലിക്കറ്റ് ക്യാമ്പസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്യാനും ഇവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളൊക്കെ നേരിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജനുവരി 19 നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ തേർഡ് ഇയേഴ്സ് ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ ഓഫ്ലൈൻ വന്ന് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് SSC മലയാളിയുടെ ആപ്പ് വഴി ആൻഡ്രോയിഡിലും iOS-ലും ആപ്പ് അവൈലബിൾ ആണ്. അതിലേക്കുള്ള ഓൾറെഡി എഡ്യൂക്കേറ്റീവ് പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് പാറ്റേൺ ബേസ് ചെയ്തിട്ടുള്ള 2026 CGL വേണ്ടിയിട്ടുള്ള നമ്മൾ ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എലൈറ്റ് ബാച്ച് 2026 എലൈറ്റ് ബാച്ച് എന്നാണ് നമ്മൾ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ എലൈറ്റ് ബാച്ച് നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 12-നാണ്. അതിപ്പോൾ നിങ്ങൾക്ക് നമ്മൾ SSC മലയാളി ആപ്പ് വഴി നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. വളരെ അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ SSC മലയാളി കംപ്ലീറ്റ് കോഴ്സ്, ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ 4 സബ്ജക്റ്റ്, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ, ഈ 4 സബ്ജക്റ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യും. മോക്ക് എക്സാമുകളും മെറ്റീരിയൽസും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള വെൽ പാക്ഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 12-നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡെമോ ക്ലാസ്, കാരണം ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്, നമുക്ക് ഡൗട്ടുകൾ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുമോ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതായത് അതിൻ്റെ ഒരു ഫസ്റ്റ് നമ്മൾ ആ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ദിവസം നമ്മുടെ സപ്ത സാറുടെ ഒരു സെഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് നമ്മൾ ഒഫീഷ്യലി SSC മലയാളി ആപ്പ് വഴി നിങ്ങൾക്കൊരു ഫ്രീ ഡെമോ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതുവരേക്കും ഈ കോഴ്സ് ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്ത ആളുകൾക്കും ഇനി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ആർക്കും ഇതിലേക്ക് എൻറോൾ ചെയ്യാം. ഫ്രീ എൻറോൾമെൻ്റ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് എന്താണ് SSC, അതിൻ്റെ അവയർനെസ്സും അതുപോലെ നമ്മൾ ആപ്പിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യും. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആ ഒരു ലിങ്ക് നമ്മൾ എന്തായാലും നമ്മളെ പേജ് വഴി ഷെയർ ചെയ്യും. അത് ജനുവരി 12-ാം തീയതി 7 മണിക്കായിരിക്കും നമ്മൾ ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞേന്നുള്ളൂ. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡേറ്റുകളാണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം വളരെ കോമ്പറ്റീഷനുള്ള എക്സാമാണ്. മാത്രമല്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ട ജോലി കിട്ടൂ എന്നാണ് പറയുന്നത് പോലെ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ കിട്ടുന്ന ജോബുകളാണ് ഈ പറഞ്ഞ SSCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ജോബുകളും. അപ്പോൾ അത് കൃത്യമായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ക്രാക്ക് ചെയ്യാവുന്ന എക്സാമുകളുള്ളൂ. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് കുട്ടികൾ നമ്മൾ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡേറ്റുകളൊക്കെ ഓർമ്മിച്ച് വെക്കുക. പിന്നെ പ്രത്യേക ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡേറ്റ് എൻ്റെ ക്ലോസിംഗ് ഡേറ്റിൻ്റെ അവസാനത്തേക്ക് നിങ്ങൾ ഒരിക്കലും നിൽക്കരുത്. കാരണം എല്ലാ വർഷവും കുറേ കുട്ടികൾ പറയുന്നൊരു പരാതിയാണ്, സാർ അവസാനത്തേക്ക് ഞാൻ ട്രൈ ചെയ്തു, വെബ്സൈറ്റ് ഹാങ് ആയിരുന്നു, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു വർഷം കാത്തിരിക്കണം നമ്മൾ ആ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് ആ എക്സാം ഡേറ്റ് എന്നാണോ ക്ലോസിംഗ് ഡേറ്റ് അതിൻ്റെ വളരെ നേരത്തെ തന്നെ ഓപ്പണിംഗ് ഡേറ്റ് മുതൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ ചെയ്യാതെ കുറച്ച് കുട്ടികളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഡാറ്റ എല്ലാം പൂരിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളെ കൂടെയുള്ള SSCക്ക് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്. ഇനി എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ SSC മലയാളിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം വഴി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും.
അപ്പോൾ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ എല്ലാവരും എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഓക്കെ, എനിവേ താങ്ക് യു.